വവ്വാലുകളിൽ വീണ്ടും നിപ സാന്നിധ്യം സ്ഥിരീകരിച്ച നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠന റിപ്പോർട്ട്. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ പഴംതീനി വവ്വാലുകളിലാണ് വൈറസ് സാന്നിധ്യം കണ്ടെത്തിയത്. 2018 മെയ്യിലായിരുന്നു കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ ആദ്യമായി നിപ സ്ഥിരീകരിച്ചത്. സൂപ്പിക്കടയിലെ സാബിത്തിൻ്റെതായിരുന്നു ആദ്യ മരണം. കോഴിക്കോട്, മലപ്പുറം സ്വദേശികൾക്ക് നിപ ബാധിച്ചു. 2 പേർ ഒഴികെ 17 പേർ മരണത്തിന് കീഴടങ്ങി. 2 പേരാണ് നിപയെ അതിജീവിച്ചത്. പിന്നീട് 2019, 2021, 2023 വർഷങ്ങളിലും നിപ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അന്നുതന്നെ വവ്വാലുകളിലെ നിപയുടെ സാന്നിധ്യം സംശയകരമായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര, മണാശ്ശേരി, കുറ്റ്യാടി, കള്ളാട്, തളീക്കര, വയനാട് ജില്ലയിലെ മാനന്തവാടി എന്നിവിടങ്ങളിൽ നിന്നാണ് വവ്വാലുകളുടെ സ്രവങ്ങൾ ശേഖരിച്ചത്. 272 വവ്വാലുകളുടെ സ്രവങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ 20.9% നിപ വൈറസ് ആന്റിബോഡി സാന്നിധ്യമുണ്ടായിരുന്നു. 44 വവ്വാലുകളുടെ കരളിൽ നിന്നും പ്ലീഹയിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളിൽ 4 എണ്ണത്തിൽ വൈറസ് സാന്നിധ്യം കണ്ടെത്തി. മുൻപ് കേരളത്തിൽ കണ്ടെത്തിയ നിപ വൈറസുമായി 99% ജനിതക സാമ്യമുള്ളവയാണ് തിരിച്ചറിഞ്ഞ വൈറസ് എന്നും വ്യക്തമായിട്ടുണ്ട്. പഴംതീനി വവ്വാലുകളിലാണ് വൈറസിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുള്ളത്. പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഗവേഷണമാണ് പഴംതീനി വവ്വാലുകളിൽ നിപ വൈറസ് സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 2023 ഫെബ്രുവരി, ജൂലൈ, സെപ്റ്റംബർ മാസങ്ങളിൽ നിപ ബാധിത മേഖലകളിൽ നിന്ന് ശേഖരിച്ച വവ്വാൽ സ്രവങ്ങളുടെ പരിശോധനാ ഫലങ്ങളിലാണ് വൈറസ് സാന്നിധ്യം വ്യക്തമായിരിക്കുന്നത്. പഴംതീനി വവ്വാലുകളിലാണ് വൈറസ് സാന്നിധ്യമുള്ളത്. വൈറസ് സാന്നിധ്യം തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ രോഗം വീണ്ടും പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ഫ്രണ്ടിയേഴ്സ് മൈക്രോബയോളജി ജേർണലിൽ പ്രസിദ്ധീകരിച്ച പഠനം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.